പ്രവാസലോകത്തെ വാർത്തകൾ. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിലെ ജോലി സമയത്തിൽ പുതിയ ക്രമീകരണം. നിയമം പ്രാബല്യത്തിൽ വന്നതായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അറിയിച്ചു. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി സമയത്തിൽ മാറ്റം വരുത്തിയ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതുമായി ബന്ധപ്പെട്ട 2025 15-ാം നമ്പർ നിയമം നടപ്പാക്കാൻ തുടങ്ങിയതായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അറിയിച്ചു. ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ സഹായത്തോടെ ജോലി സമയം നിരീക്ഷിക്കും. ദൈനംദിന ജോലി സമയം, വിശ്രമനേരം, പ്രതിവാര അവധി ദിവസങ്ങൾ, ഔദ്യോഗിക അവധി ദിവസങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തൊഴിൽദാതാക്കൾ സർക്കാർ അംഗീകരിച്ച ഇലക്ട്രോണിക് സംവിധാനം വഴി രേഖപ്പെടുത്തണം. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. ഇലക്ട്രോണിക് സംവിധാനത്തിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗസ്ഥർ ജോലി സ്ഥലത്ത് പരിശോധനയ്ക്കെത്തുക. ആ സമയത്ത് ഇതിലെ വിവരങ്ങളുമായി യോജിച്ചു പോകുന്നില്ലെങ്കിലും പിഴ അടക്കമുള്ള ശിക്ഷ ചുമത്തും. എന്തെങ്കിലും നിയമവിരുദ്ധ കാര്യങ്ങൾ കണ്ടെത്തിയാൽ കമ്പനിയുടെ ഫയലുകൾ ബ്ലോക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിലേക്ക് വിസിറ്റ് വിസയിൽ ബന്ധുക്കളെ കൊണ്ടുവരുന്നതിനുള്ള ശമ്പള പരിധിയിൽ വ്യക്തത വരുത്തി അധികൃതർ. പ്രവാസികൾ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും UAE-യിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കുള്ള പ്രതിമാസ ശമ്പള മാനദണ്ഡം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നിലവിൽ വന്നിരിക്കുകയാണ്. മക്കളെയും മാതാപിതാക്കളെയും UAE-യിൽ സന്ദർശനത്തിന് കൊണ്ടുവരാൻ സ്പോൺസർ ചെയ്യുന്നയാൾക്ക് പ്രതിമാസം 4000 ദിർഹം ശമ്പളം ഉണ്ടായിരിക്കണം. സഹോദരങ്ങൾ, സ്വന്തം പേരക്കുട്ടികൾ, മുത്തച്ഛൻ, മുത്തച്ഛി എന്നിവരെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ 8000 ദിർഹമാണ് ശമ്പളം ഉണ്ടായിരിക്കേണ്ടത്. അമ്മാവൻ, ആന്റി, കസിൻ എന്നിവർക്കും ഇതേ ശമ്പള പരിധിയാണ്. സുഹൃത്തുക്കളെ വിസിറ്റ് വിസയിൽ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് 15000 ദിർഹം മാസ ശമ്പളം ഉണ്ടായിരിക്കണം. ബന്ധുക്കൾക്കുള്ള വിസിറ്റ് വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ തന്നെ ബന്ധുത്വം തെളിയിക്കുന്ന രേഖകളും നൽകണം. മടക്ക ടിക്കറ്റ്, 6 മാസം കാലാവധിയുള്ള പാസ്പോർട്ട് എന്നിവയും നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ 20 മിനിറ്റ് സിറ്റി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നു. നഗരത്തിലെ ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് താമസക്കാർക്ക് അവശ്യ സ്ഥലങ്ങളിൽ 20 മിനിറ്റിനുള്ളിൽ എത്താൻ സാധിക്കും. ദുബായ് മെട്രോയാണ് 20 മിനിറ്റ് സിറ്റി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രധാന ഘടകം. റോഡുകൾ, മെട്രോ, സംയോജിത ഗതാഗതം എന്നിവയിലെ നിക്ഷേപങ്ങൾ ദൈനംദിന സഞ്ചാരം മെച്ചപ്പെടുത്തുകയും റിയൽ എസ്റ്റേറ്റ് വിപണിയെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. ഡൗൺ ടൗൺ ദുബായ്, ബിസിനസ് ബേ, ദുബായ് മറീന, ജുമൈറ ലേക്ക് ടവേഴ്സ്, ബുർ ദുബായ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ഇത് ബന്ധിപ്പിക്കുന്നു. ഈ ഗതാഗത അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ 150 ബില്യൺ ദിർഹമിന്റെ നേരിട്ടുള്ള വരുമാനം നേടി. മാത്രമല്ല, ദുബായിയുടെ GDP-യിലേക്ക് 156 ബില്യൺ ദിർഹം സംഭാവന നൽകി. ദുബായ് മെട്രോ ഗൾഫ് സഹകരണ കൗൺസിലിലെ ആദ്യ മെട്രോ ശൃംഖലയാണ്. ഇത് 2009 പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം 16 വർഷത്തിനിടെ ഏകദേശം 29.8 ബില്യൺ കിലോമീറ്റർ ദൂരം കുറച്ചു. 2029 പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന 20.5 ബില്യൺ ദിർഹമിന്റെ പുതിയ ബ്ലൂ ലൈൻ ദുബായിയുടെ സംയോജിത ഗതാഗത ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തും. മെട്രോ ലൈനുകളെ ബസ്സുകൾ, ടാക്സികൾ, മറൈൻ ഗതാഗതം, മറ്റ് ഭാവി ഗതാഗത സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ പദ്ധതി 20 മിനിറ്റ് സിറ്റി എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.